ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചായക്കട സ്പെഷ്യൽ പലഹാരമാണ് വത്സൻ. ഇത് വളരെ ഹെൽത്തിയായ നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. വത്സനും അടയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വത്സൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫില്ലിങ്ങിൽ കുറച്ച് അവലും കൂടി ചേർക്കും, എന്നാൽ അടയിലാണെങ്കിൽ അത് ചേർക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പലഹാരം തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ശർക്കര, 1/3 കപ്പ് അവല്. നമുക്ക് ആദ്യം തന്നെ ഈ അവലൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് അവലിട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ അവല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്ത ശർക്കര ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങ നന്നായിട്ട് വരട്ടിയെടുത്ത ശേഷം അവല് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവല് ചേർക്കുമ്പോൾ തന്നെ അത് കുതിർന്ന പോലെയാകും. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. സാധാരണ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് വത്സൻ തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ആയാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് തയ്യാറാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ ഈ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വാഴയില കിട്ടാനില്ലാത്തവരാണെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം, എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് മാവ് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി കട്ടിംഗ് ബോർഡിലും കൂടി കുറച്ച് വെള്ളം തൂത്തിട്ട് ഈ ബട്ടർ പേപ്പർ വെച്ചെടുക്കാം, എങ്കിലേ ഈ പേപ്പർ ഇതിൽ ഒട്ടിയിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാവ് പരത്തുമ്പോൾ തന്നെ ഈ ബട്ടർ പേപ്പർ ചുളുങ്ങിപ്പോവും. ഇനി കുറച്ച് മാവ് വെച്ചിട്ട് കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിൽ മാത്രം വെച്ചാൽ മതി. ഇനി ഇതും മടക്കി കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മടക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ മടക്കിയ വാഴയിലയിലാണ് വത്സൻ കിട്ടാറുള്ളത്. അപ്പോൾ വാഴയിലയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ വാഴയില ഒന്ന് വാട്ടിയിട്ട് പരത്തി കൊടുക്കണം, എങ്കിലേ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇഡൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഈ തട്ട് കമഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും ചുളുങ്ങാത്ത രീതിയിൽ തന്നെ ഈ അട വേവിച്ചെടുക്കാൻ പറ്റും. വാഴയിലയിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മൾ ബട്ടർ പേപ്പറിൽ പരത്തിയെടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് ചുളുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ തട്ട് കമഴ്ത്തി വെച്ചിട്ടാണ് വത്സൻ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് അധികം ചുളുങ്ങാത്ത രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ആവി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ അട ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഈ മടക്കിയ ഭാഗം മുകളിൽ വന്ന രീതിയിൽ വെച്ചാൽ മതി. ഇനി ഇത് അടച്ചു വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് സമയത്തേക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. വാഴയിലയിലാണ് നമ്മൾ തയ്യാറാക്കിയതെങ്കിൽ കുറച്ചും കൂടി നല്ല ഷേപ്പിൽ തന്നെ ഇത് കിട്ടിയേനെ. ഇത് നല്ല സോഫ്റ്റ് ആണ്, ഒട്ടും കട്ടിയൊന്നുമില്ല, കഴിക്കാനും നല്ല രുചിയാണ്. പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരമായതുകൊണ്ട് എല്ലാവർക്കും തന്നെ കഴിക്കാനും പറ്റും.
അപ്പോൾ വാഴയില കിട്ടാനില്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് വത്സം തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.